കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാമിന്റെ 13ാമത് ചരമവാർഷിക ദിനാചരണം കുഴുവനാലിൽ നടന്നു. അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എക്സലൻസ് അവാർഡ് വിതരണവും അനുസ്മരണ സമ്മേളനവും നടന്നു. കുഴുവനാൽ സെന്റ് ജോൺസ് നെബുംസിയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മാണി സി കാപ്പൻ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. ഇന്ന് ഒരു അവധി ദിവസമായിട്ട് കൂടി ഈ സ്കൂളിൽ ഇത്രയധികം പിള്ളേർ വന്നു ചേർന്ന ഒരു അതിശയമായിട്ടുണ്ട്. അത് ടി.വി. എബ്രഹാത്തിനോടുള്ള സ്നേഹം കൂടിയാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇവിടെ വന്നിട്ടുള്ള ആളുകളും അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുള്ള, അദ്ദേഹത്തെ വിഭജിച്ചിട്ടുള്ള, അദ്ദേഹത്തെ ആരാധിച്ചിട്ടുള്ള ആളുകളാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. ടീച്ചറിനെ ഒരു കാര്യം സംബന്ധിച്ചു, ടി.വി. എബ്രഹാം ഫൗണ്ടേഷൻ്റെ പേരിൽ എല്ലാ വർഷവും SSLCക്കും +2നും ഫുൾ A+ നടന്ന മുഴുവൻ കുട്ടികളെയും അംഗീകരിക്കുന്ന ഒരു കാര്യം, അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്, ശ്ലാഘനീയമാണ്. അത് ഇനിയും തുടർന്ന് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ടി.വി. എബ്രഹാം എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. എല്ലാവരും പി.സി. തോമസും ആയിട്ട് പറയുന്നതിൽ എത്രയും വലിയ അടുപ്പം ഞങ്ങളുമായിട്ട് പോരാ. പക്ഷേ പുള്ളിയുടെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച എൻ്റെ ഒരു ബന്ധുവാണ്. അങ്ങനെയുള്ളൊരടുപ്പം. പിന്നീട് ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായപ്പോൾ പാലായിലെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വന്നുള്ളടുപ്പം. ഞങ്ങൾ 2 പാർട്ടികളിലായിരുന്നുകൊണ്ട് പിന്നെ ആ അടുപ്പത്തിൻ്റെ ഒരു ബന്ധക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഏതായാലും ഞാൻ അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം അദ്ദേഹം ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും കുട്ടികളെയൊക്കെ ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് മാതൃകയായ വ്യക്തികളുടെ സ്മരണ നിലനിർത്തുകയും വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്യുന്നത് പുരോഗതിക്ക് കരുത്തേകുന്ന പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹപ്രവർത്തകരായി പ്രവർത്തിക്കുവാൻ, അതിലുപരി അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം വളർന്നു വരുന്ന, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലയിലെ പ്രമുഖനായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെയേറെ സമയം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. കേരള കോൺഗ്രസിൻ്റെ ഭാരവാഹികളിൽ ഞാൻ ഉൾപ്പെടെയുള്ള അന്നത്തെ വിദ്യാർത്ഥി ഭാരവാഹികളെ ഞാൻ ഓർക്കുകയാണ്. പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാം ഒരു വിശ്രമമില്ലാതെ പൊതുപ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹത്തിന് ഒരു ശൈലി തന്നെ നിരന്തരമായി പ്രവർത്തിക്കുക എന്നതായിരുന്നു. രാമെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന, പിറകോട്ട് നോക്കാത്ത ഒരു രീതിയാണ് ടി.വി. എബ്രഹാമിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദഗാംഭീര്യവും അദ്ദേഹത്തിൻ്റെ തലയെടുപ്പോടുകൂടിയുള്ള നേതൃത്വവും ഇതൊക്കെ അനുഭവസ്ഥർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ അടുത്ത് അതിനോട് ചേർന്ന് നിന്നിട്ടുള്ളവരാണ്. വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തേണ്ടതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുവാൻ ടി.വി. പഠിക്കാറില്ല. എന്നാൽ ചേർത്ത് പിടിക്കേണ്ടതിനെയും സ്നേഹിക്കേണ്ടതിനെയും ഒരിക്കലും കൈവിട്ടിട്ടില്ല. ആ നിലയിൽ എല്ലാ പൊതുപ്രവർത്തകർക്കും സത്യത്തിൽ ടി.വി. എബ്രഹാം ഒരു മാതൃകയാവുന്ന വിധത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. സെന്റ് ജോൺസ് നെബുംസിയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് നെല്ലിക്കാത്തെരുവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ടി.വി. എബ്രഹാം ഫൗണ്ടേഷന്റെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുൻ എം.എൽ.എ. പി.സി. ജോസഫ്, കുഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസി പൊയ്കയിൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ മണിയങ്ങാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ജെസ്സി ജോർജ്, ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ്, കുഴുവനാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സാബു NS, ഫൗണ്ടേഷൻ സെക്രട്ടറി ഷിബു തെക്കേമറ്റം, മാഡിയൻ ട്രസ്റ്റി പ്രൊഫസർ കൊച്ചുത്രേസ്യ എബ്രഹാം, നോബി എബ്രഹാം എന്നിവർ പങ്കെടുത്തു.